ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തോളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലേക്ക് നല്ലൊരു ഡ്രിങ്ക്, അവൽ മിൽക്ക്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ്, കുറച്ച് വാങ്ങിക്കേണ്ടി വരും. ബാക്കിയുള്ളതെല്ലാം വീട്ടിൽ തന്നെ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു നല്ലൊരു ഡ്രിങ്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അവൽ, അതുപോലെ തന്നെ ഒരു 3-4 പഴം, പാളയത്തോളം പഴമാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ അതിനോട് ചേർക്കാൻ വേണ്ടി കപ്പലണ്ടി, പിന്നെ ഒരു 1/2 ലിറ്റർ പാല്, ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര, അതിനോടൊപ്പം നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കണം. ഇത്രയും വാങ്ങിച്ചിട്ട് മേക്ക് ചെയ്യേണ്ട രീതി വീഡിയോ ഇതിൽ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ, പുതിയ അറിവുകൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ സാധാരണ ഗ്ലാസ്സിലൊക്കെയാണ് ചെയ്യുന്നത്. കുപ്പി ഗ്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലാസ്സിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അതിനൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി 4-5 പേരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പഴം ഒരു 4-5 പഴം എടുത്തതിന് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ചെയ്യും. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർക്ക് അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ട് ചെയ്യാനുള്ള മിക്സി ഇട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അതിനെ ഇടിച്ച് പൊടിക്കുന്ന ആ ഒരു രീതിയാണ്. പൊടിക്കുന്ന അരച്ച് കൈകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ മിക്സിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. മിക്സിയിൽ പഴം മാത്രം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്കിപ്പോൾ എടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഇത് അവൽ ചേർക്കുക. അതിനകത്തേക്ക് അവൽ കുറച്ചിടാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുറച്ച് കപ്പലണ്ടി അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി വേണ്ടാത്തവർക്ക് നമുക്ക് നട്ട്സ് കൊടുക്കാം. ഏതാണ് നമ്മുടെ ഈ കാഷ്യൂ നട്ട്സ് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര ഉള്ള ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ അവസാനത്തെ ആയിട്ട് പാല്, കുറച്ച് കട്ടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഈ പാലങ്ങ് ഒഴിക്കുക. കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് പാല് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിരിക്കും, നന്നായിരിക്കും, നല്ല രുചിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അവൽ അതിനകത്തുനിന്ന് മിക്സായി തന്നെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. പഴവും ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാം നല്ല ഒരുപോലെ മിക്സായതിനു ശേഷം മാത്രമേ നമ്മൾ കോരി അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാം നല്ല പഞ്ചസാരയും എല്ലാം കൂടെ നല്ല മിക്സായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു നല്ലൊരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് മാറ്റി ഇതുപോലെ മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ട്യൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മതി, ആവശ്യത്തിന് മതിയാവും. അപ്പോൾ അവൽ മിൽക്ക് റെഡിയായിട്ടുണ്ട്. സ്വാദിഷ്ടമായ നല്ലൊരു അവൽ മിൽക്കാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.